അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ 2022 ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023-24 വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിലാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. യാസീൻ എന്നതിലെ മദ്. ഓപ്ഷൻസ്: ലാസിം, ആരില്, ലീൻ. ശരി ഉത്തരം ലാസിം. 2. മദ്ദുൽ ലാസിം നീട്ടൽ നിർബന്ധമാണ്. ഓപ്ഷൻസ്: 2 ഹറക്കത്ത്, 2 അലിഫ്, 6 ഹറക്കത്ത്. ശരി ഉത്തരം 6 ഹറക്കത്ത്. 3. വസ്സമാഇ ബിനാഅ എന്നതിൽ വഖഫ് ചെയ്യണം. ഓപ്ഷൻസ്: ഹംസയിൽ, അലിഫിൽ, തൻവീനിൽ. ശരി ഉത്തരം അലിഫിൽ. 4. മുസ്ഹഫിലുള്ള ഹുറൂഫുൽ മുഖത്തഅ. ഓപ്ഷൻസ്: 20, 14, 10. ശരി ഉത്തരം 14. 5. മദ്ദുൽ വാരില് നീട്ടലാണ് നല്ലത്. ഓപ്ഷൻസ്: 1 അലിഫിന്റെ ഖദർ, 3 ഹറക്കത്തിന്റെ ഖദർ, 3 അലിഫിന്റെ ഖദർ. ശരി ഉത്തരം 3 അലിഫിന്റെ ഖദർ. 6. മദ്ദുൽ ലാസിമിന് ഉദാഹരണം. ഓപ്ഷൻസ്: ഖാഫ്, ഷാഅ, തുഫ്ലിഹൂൻ. ശരി ഉത്തരം ഖാഫ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. മദ്ദുൽ മുത്തസിൽ. 8. മദ്ദുൽ മുൻഫസിൽ. 9. മദ്ദുൽ വാരില്. 10. മദ്ദുൽ ലാസിം. 11. മദ്ദുൽ ലീൻ. ഇപ്പുറത്ത് നോക്കൂ. എ അല്ലമൽ ഖുർആൻ. ബി അൽ ഹാഖ. സി വസ്സൈഫ്. ഡി മലായിക. ഇ ഇന്നാ അൻസൽനാഹ്. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പുറത്ത് നമുക്ക് മദ്ദുകളും ഇപ്പുറത്ത് അതിനുള്ള ഓരോ ഉദാഹരണങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായ ഓപ്ഷന്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. 7. മദ്ദുൽ മുത്തസിൽ. അതിന് ശരിയായത് ഡി മലായിക. 8. മദ്ദുൽ മുൻഫസിൽ. അതിന് ശരിയായത് ഇ ഇന്നാ അൻസൽനാഹ്. 9. മദ്ദുൽ വാരില്. അതിന് ശരിയായത് എ അല്ലമൽ ഖുർആൻ. 10. മദ്ദുൽ ലാസിം. അതിന് ശരിയായത് ബി അൽ ഹാഖ. 11. മദ്ദുൽ ലീൻ. അതിന് ശരിയായത് സി വസ്സൈഫ്. DEABC. മൂന്നാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക. 12. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഡേഷ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹാ. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. 13. മദ്ദുല്ലീൻ ഡേഷ് ഖദറായി ചുരുക്കലാണ് നല്ലത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 1 അലിഫിന്റെ. മദ്ദുല്ലീൻ 1 അലിഫിന്റെ ഖദറായി ചുരുക്കലാണ് നല്ലത്. 14. വഖഫിന്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനുകൾക്ക് ഡേഷ് എന്ന് പറയുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഗാരിലായ സുക്കൂൻ. വഖഫിന്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനുകൾക്ക് ഗാരിലായ സുക്കൂൻ എന്ന് പറയുന്നു. 15. ഹാ ഉ തഅനീസ് ചേർത്തി ഓതുമ്പോൾ ഡേഷിന്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് താ. ഹാ ഉ തഅനീസ് ചേർത്തി ഓതുമ്പോൾ താ ഇന്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. 16. മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഡേഷ് ഉണ്ടാകുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് മദ്ദുൽ വാരില്. മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ മദ്ദുൽ വാരില് ഉണ്ടാകുന്നു. 17. ഖുർആനിൽ സക്തയുള്ളത് ഡേഷ് സ്ഥലങ്ങളിലാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 4. ഖുർആനിൽ സക്തയുള്ളത് 4 സ്ഥലങ്ങളിലാണ്. നാലാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. സക്തയുടെ അടയാളം. ഉത്തരം സീൻ. 19. ഖാഫ് ഹാ യാ ഐൻ സ്വാദ് എന്നതിൽ ലാസിമായ മദ്ദുകളുടെ എണ്ണം. ഉത്തരം 3. 20. താ മർബൂത്തയുടെ മറ്റൊരു പേര്. ഉത്തരം ഹാ ഉ തഅനീസ്. 21.
വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ എന്ന സക്തയുടെ ആയത്തുള്ള സൂറത്ത്. ഉത്തരം സൂറത്തുൽ കഹ്ഫ്. 22 ഐൻ സീൻ ഖാഫ് എന്നതിലെ ഐനിനെ നീട്ടൽ നിർബന്ധമായ അലിഫിന്റെ ഖദർ. ഉത്തരം 3 അലിഫ്. 23 വആമനഹും മിൻ ഖൗഫ് ഇതിൽ ഖൗഫ് എന്നതിലെ മദ്. ഉത്തരം മദ്ദുല്ലീൻ. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 ഫത്ഹ് തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ എത്ര ഹറക്കത്തിന്റെ ഖദർ നീട്ടണം? ഉത്തരം ഫത്ഹ് തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും 2 ഹറക്കത്തിന്റെ ഖദർ നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. 25 അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം അസ്ലിയായ മദ്ദിന്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിന്റെയോ ഹാഇന്റെയോ ശബ്ദം വരരുത്. വല്ലാതെ നീളുന്നത് ഒഴിവാക്കണം. 26 ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഉത്തരം സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയുന്നത്. 27 മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഉത്തരം മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നാലാണ് മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത്. 28 ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ത്? ഉത്തരം ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസയ്ക്ക് ശേഷം അലിഫ് എഴുതാറില്ല. 29 ലീനക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരങ്ങൾ. 30 സക്ത ചെയ്യേണ്ടത് എങ്ങനെ? ഉത്തരം സക്തയുള്ള സ്ഥലങ്ങളിൽ ശ്വാസം നിൽക്കാതെ അല്പം അടങ്ങണം. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31 ഓതേണ്ട ക്രമത്തിൽ എഴുതുക. നോക്കൂ. കാഫ് ഹാ യാ ഐൻ സ്വാദ്. അവിടെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? കാഫ് ഹാ യാ ഐൻ സ്വാദ്. രണ്ടാമത്തേത് അലിഫ് ലാം മീം റാ. അവിടെ നമ്മൾ എങ്ങനെ എഴുതുക? അലിഫ് ലാം മീം റാ. അടുത്തത് ഐൻ സീൻ ഖാഫ്. അവിടെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഐൻ സീൻ ഖാഫ്. അടുത്തത് താ സീൻ മീം. ഇത് നമ്മൾ എങ്ങനെയാണ് ഓതുന്നത്? ത്വാ സീൻ മീം. നിങ്ങൾ അവിടെ എഴുതിയതുപോലെ നോക്കി എഴുതുക. അടുത്തത് 32 യോജിച്ച ഉദാഹരണങ്ങൾ ചേർത്തെഴുതുക. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ 4 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് യോജിച്ച ഇടത്തിലാണ് നമ്മൾ ആ ഉദാഹരണങ്ങൾ എഴുതേണ്ടത്. നോക്കൂ. വസ്വാഫാത്ത് വലാ അഖാഫു തഗ്ലമൂൻ അലിഫ് ലാം റാ. ഓരോന്നിനും യോജിച്ച ഇടത്തിൽ നമുക്ക് അതെടുത്ത് എഴുതാം. നോക്കൂ. മദ്ദുൽ ലാസിം ഹർഫിയെ അതിന് ശരിയായത് അലിഫ് ലാം റാ. അടുത്തത് മദ്ദുൽ ലാസിം കലിമിയെ അതിന് ശരിയായത് വസ്വാഫാത്ത്. അടുത്തത് മദ്ദുൽ ഗാരിൽ അതിന് ശരിയായത് തഗ്ലമൂൻ. അടുത്തത് മദ്ദുൽ മുൻഫസിൽ അതിന് ശരിയായത് വലാ അഖാഫു. ഇത് നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് അവിടെ എടുത്തെഴുതുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.